ജസ്റ്റിസ് എം.എൽ. ജോസഫ് ഫ്രാൻസിസ്, കെ.ടി. ശങ്കരൻ എന്നിവരടങ്ങിയ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് സൂര്യനെല്ലി കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ജീവപര്യന്തം തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോട്ടയം പ്രത്യേക കോടതി ഉത്തരവിനെതിരെ ഒന്നാം പ്രതി ബസ് ജീവനക്കാരൻ രാജു, മുഖ്യപ്രതി ധർമ്മരാജൻ, ഇടുക്കി DCC പ്രസിഡന്റായിരുന്ന ജേക്കബ് സ്റ്റീഫൻ എന്നിങ്ങനെ 32 പ്രതികൾ നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. നേരത്തെ 2005-ൽ അപ്പീലിൽ 35 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. പെൺകുട്ടിയുടെ സമ്മതത്തോടെയുള്ള വീഴ്ച എന്ന നിരീക്ഷണത്തോടെയായിരുന്നു ജസ്റ്റിസ് ആർ ബസന്ത്, ജസ്റ്റിസ് A.A. അബ്ദുൽ ഗഫൂർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ്. സമ്മതത്തോടെ ബന്ധപ്പെട്ടു എന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തലിനെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. ഇക്കാര്യം സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞാൽ കേസിൽ ഇത് നിർണായകമാകും. സുപ്രീം കോടതി ഇവിടെ വിധി പ്രോസിക്യൂഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാദത്തെ ശക്തിപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇരയുടെ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുന്ന ഒരു പ്രോസിക്യൂഷൻ സമീപനം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. കേസിൽ പ്രത്യേക പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് സുരേഷ് ബാബു തോമസ്, അജയൻ എന്നിവരെ നിയമിക്കണമെന്ന പെൺകുട്ടിയുടെ അപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കും. ഈ ആവശ്യം സർക്കാർ നേരത്തെ പരിഗണിക്കേണ്ടിയിരുന്നുവെന്ന് അഭിപ്രായമുയർന്നിരുന്നു. നിലവിലുള്ള ഔദ്യോഗിക പ്രോസിക്യൂട്ടർമാർക്ക് പകരം ഈ സൂര്യനെല്ലി പെൺകുട്ടി ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള അവർ നോമിനേറ്റ് ചെയ്യുന്ന, അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രോസിക്യൂട്ടറെ ഈ കാര്യത്തിൽ കേരള ഹൈക്കോടതിയിലുള്ള തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വെള്ളം ചേർക്കലും ഗവൺമെൻറ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കേസിൽ ശിക്ഷിക്കപ്പെട്ട മൂന്നാം പ്രതി ധർമ്മരാജൻ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണുള്ളത്. മറ്റുള്ളവർക്ക് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ജൂലൈ 31-ന് മുമ്പ് ഹൈക്കോടതിക്ക് അപ്പീലിൽ തീർപ്പാക്കേണ്ടതുണ്ട്. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി.